ഗുരുത്വം. സൂര്യനെയും ചന്ദ്രനെയും തൊടാനുള്ള വിദ്യ മക്കളെ പഠിപ്പിക്കരുത്. അവർ ആർക്കും പ്രയോജനമില്ലാത്തവരായിത്തീരും. പഠിപ്പിക്കുകയാണെങ്കിൽ മാതാപിതാക്കളുടെ കാൽ തൊട്ട് വന്ദിക്കുവാൻ അവരെ പഠിപ്പിക്കുക. അവർ അവരുടെ ഭൂമിയിലെ ബന്ധങ്ങൾ നിലനിർത്തുകയും അവരുടെ കടമ നിറവേറ്റുകയും ചെയ്യും. ഇതൊരു പഴഞ്ചൊല്ലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നല്ല, ഏതൊരു കാലഘട്ടത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഗുരുത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് വളർത്തുവാനുള്ള എല്ലാ നന്മകളും ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു പഴഞ്ചൊല്ല്. ഒരു പർവ്വതത്തിൻ്റെ ഉയരത്തേക്കാൾ വലുതാണ് ഒരു പിതാവിൻ്റെ നന്മയെന്നും ആഴിയുടെ ആഴത്തേക്കാൾ വലുതാണ് ഒരമ്മയുടെ നന്മയെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണമെന്ന് മറ്റൊരു പഴമൊഴി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താണ് പഠിപ്പിക്കേണ്ടുന്നത്? ഗുരുത്വമെന്ന 3 വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ആത്മായനമെന്ന ഒരു ഗുരുവിൻ്റെ ആത്മകഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, മുനിനാരായണ പ്രസാദ് സ്വാമികളുടെ ആ ആത്മായനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഇന്നത്തെ യുവാക്കൾക്ക് 3 വാക്കിൻ്റെ കുറവേ ഉള്ളൂ, ഗുരുത്വം എന്നതാണ്. സൂര്യനെയും ചന്ദ്രനെയും തൊടുവാനുള്ള വിദ്യകൾ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വന്തം മാതാപിതാക്കളുടെ കാൽ തൊട്ട് വന്ദിക്കുവാൻ, ഗുരുവിനെ ബഹുമാനിക്കുവാൻ, മുതിർന്നവരെ ബഹുമാനിക്കുവാൻ ഇന്ന് അവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. BS വാര്യർ പറയുന്നുണ്ട്, ഏകദേശം 50 വയസ്സുള്ള ആളുകളാണ് അവസാനമായി അവരുടെ മാതാപിതാക്കളെ അനുസരിച്ചത്. അവർ തന്നെ മറ്റൊരു ദോഷം ചെയ്യുകയും ചെയ്തു, അവരുടെ മക്കളെ അനുസരിച്ച് തുടങ്ങി. ഫാൾ ഓഫ് ഇഗാറസ് എന്നൊരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു രാജാവിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും കൂടെ ഒരു ദ്വീപിൽ തടവിലാക്കുന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന മെഴുകുകൾ ഒക്കെ ചേർത്ത് വെച്ച് പക്ഷികളുടെ തൂവൽ വെച്ചുകൊണ്ട് ആ രാജാവും തൻ്റെ മകനും കൂടെ ചിറകുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ പറക്കുന്നതിനിടയിൽ ഇഗാറസിന് തോന്നുന്നു സൂര്യൻ്റെ അരികിലേക്ക് പറന്നു കളയാം. പിതാവ് നിർദ്ദേശം നൽകിയിരുന്നു ഒരുപാട് ഉയരത്തിൽ പറക്കരുതെന്ന്. എന്നാൽ ആ മകൻ ഒരുപാട് ഉയരത്തിൽ പറക്കുകയും ചൂടേറ്റ് മെഴുകുരുകുകയും താഴേക്ക് പതിക്കുകയും ചെയ്തു എന്നുള്ള കഥ പണ്ട് പഠിച്ചത് മനസ്സിൽ ഓർമ്മ വരികയാണ്. ഒരുപാട് ഉയരത്തിലേക്ക് പറക്കുന്നതിന് മുൻപ് തങ്ങളുടെ മാതാപിതാക്കളുടെ കാൽ തൊട്ട് വന്ദിക്കുക എന്ന ഗുരുത്വത്തിൻ്റെ അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. OV വിജയൻ സാറിൻ്റെ മരച്ചുവിടുന്ന കഥയിൽ അതിലെ കേന്ദ്ര കഥാപാത്രം തൻ്റെ അച്ഛൻ്റെ സുഖമില്ലാതെയാകുന്ന സമയത്ത് തൻ്റെ കൈകൊണ്ട് അച്ഛൻ്റെ ചോരയും ചലവുമൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോൾ അച്ഛൻ മകനോട് പറയുന്നുണ്ട്, എന്തിനാണ് മകനെ നിൻ്റെ കൈ അഴുക്കാക്കുന്നത്? മൗനം കൊണ്ടവനത് അപ്പനെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ശേഷക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നിലൂടെ ഒഴുകിപ്പോകുന്ന ജലം തൻ്റെ കാലിൽ തൊട്ടതിന് സാക്ഷിയാകുന്ന സമയത്ത് മനസ്സ് മന്ത്രിക്കുന്നുണ്ട്, ഇതൊരു പ്രയാണിയാണ്, ഇതൊരു തുടർച്ചയാണ്, എന്നിലൂടെ അടുത്ത തലമുറയിലേക്ക് നീളുന്നൊരു പ്രയാണിയാണെന്ന് അവിടെ കാണുകയാണ്. ഓരോ മാതാപിതാക്കളും മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടുന്നത് ഗുരുത്വത്തിൻ്റെ വഴികളാണ്. മാതാപിതാക്കളുടെ സ്നേഹം സത്യമാകണം. ഒരിക്കൽ ഒരു മകൻ വീട് വിട്ടുപോയി നാളുകൾ കഴിയുമ്പോൾ അപ്പൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ കൊതിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അപ്പാ ഞാൻ മടങ്ങി വരുന്ന സമയത്ത് ഞാൻ തീവണ്ടിയിൽ പോകുന്ന നമ്മുടെ പടിഞ്ഞാറ് വശത്തൂടെ പോകുമ്പോൾ ആ കാണുന്ന മാവിൽ അപ്പനൊരു കൊടി കെട്ടിയിരിക്കണം. എന്നാൽ ആ മകൻ പോകുമ്പോൾ ആയിരക്കണക്കിന് കൊടികൾ ആ മാവിൽ കെട്ടിയിരിക്കുന്നതാണ് ആ മകൻ കാണുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും മാതാപിതാക്കളിലേക്ക് മക്കളും മക്കളിലേക്ക് മാതാപിതാക്കളും സ്നേഹപൂർവ്വം വന്നുകൊണ്ടേയിരിക്കുന്നു. 5 കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. ആ 5 കാര്യങ്ങൾ അവർ ചെയ്തിരിക്കണം. ആ 5 കാര്യങ്ങൾ അവർ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. 1, അവർ മാതാപിതാക്കളെ, മുതിർന്നവരെ, ഗുരുജനങ്ങളെ ബഹുമാനിക്കണം. 2, അനുസരിക്കണം. 3, അവരെ സ്നേഹിക്കണം. 4, അവരെ സഹായിക്കണം. 5, അവരെ സന്തോഷിപ്പിക്കണം. ഈ 5 വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഗുരുത്വത്തിൻ്റെ അനുഭവം അവരിൽ വളരുകയും അവർ ജീവിതത്തിൽ ഗുരുത്വമുള്ളവർക്ക് ഇരുത്തം വരുമെന്ന് പഴഞ്ചൊല്ലുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മളുടെ തലമുറ നന്മയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലൊരു ഗുരു പറഞ്ഞ കഥ ഓർക്കുകയാണ്.
ഒരു വലിയ ജന്മിയിൽ നിന്ന് ഒരു മനുഷ്യൻ നെല്ല് അദ്ദേഹത്തിന് അളന്ന് ലഭിക്കുമ്പോൾ, തൻ്റെ ജോലിക്കായി ലഭിച്ച കൂലിയാണ്, ഇത് താൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് കടം വീട്ടാനുണ്ട്, കുറച്ച് കടം കൊടുക്കാനുണ്ട്, കുറച്ച് മറ്റു പല കാര്യങ്ങൾക്കുമായി വിനിയോഗിക്കാനുണ്ട്. തനിക്ക് ആർക്കാണ് കടം കൊടുക്കാനുള്ളത്? എൻ്റെ മാതാപിതാക്കൾക്കാണ്. അവർ കടന്നതാണ് എൻ്റെ ജീവിതം. ഇനി കടം കൊടുക്കാനുള്ളത് ആർക്കാണ്? എൻ്റെ മക്കൾക്കാണ്. ഇങ്ങനെ ഏറെയേറെ നന്മകൾ പൊതിഞ്ഞു വെച്ചതായ കഥകൾ, ഗുരുത്വത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? അത് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതലൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും ബഹുമാനിക്കുന്നവരും അനുസരിക്കുന്നവരും സ്നേഹമുള്ളവരും സഹായിക്കുന്നവരും സന്തോഷിപ്പിക്കുന്നവരുമായ മക്കളായി വളരുവാൻ അവരുടെ കൂടെ ആ അതേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർന്നു നൽകാം. കാരണം അനുസരിക്കുന്നതിനേക്കാൾ അനുകരിക്കുന്നവരാണ് മക്കൾ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ.